എഞ്ചിനീയറിംഗും പ്രകൃതിയും തമ്മിലുള്ള ഒരു മനോഹരമായ സംവാദം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലണ്ടിലെ നോർത്ത് യോർക്ക്ഷയറിലുള്ള റിബിൾഹെഡ് വയഡക്റ്റിലേക്ക് നോക്കിയാൽ മതി. വന്യമായ ഭംഗിയുള്ള കുന്നുകൾക്ക് നടുവിൽ ആകാശത്തിന് അഭിമുഖമായി നിൽക്കുന്ന 24 കമാനങ്ങൾ വെറുമൊരു റെയിൽവേ പാലമല്ല, അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും അടയാളമാണ്. 1870-ൽ ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ എഞ്ചിനീയർമാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമായിരുന്നു. അന്ന് അവിടെയെത്തിയ ഏകദേശം 2300 തൊഴിലാളികൾ അഥവാ നാവീസ് താമസിച്ചിരുന്നത് പാലത്തിനു ചുറ്റും താൽക്കാലികമായി കെട്ടിയുയർത്തിയ ചെറിയ കുടിലുകളിലായിരുന്നു. ബാറ്റി വൈഫ് ഹോൾ പോലുള്ള പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ വാസസ്ഥലങ്ങൾ ഒരു ചെറിയ നഗരം പോലെ പ്രവർത്തിച്ചിരുന്നു. അവിടെ സ്വന്തമായി കടകളും സ്കൂളുകളും വായനശാലകളും പോലുമുണ്ടായിരുന്നു. എന്നാൽ കഠിനമായ തണുപ്പും വസൂരി പോലുള്ള രോഗങ്ങളും അവിടെ നൂറുകണക്കിന് തൊഴിലാളികളുടെ ജീവനെടുത്തു. ഈ വിസ്മയം കാണുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ആ പാവം തൊഴിലാളികളുടെ അധ്വാനമാണ്. പുറമെ നിന്ന് കാണുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും റിബിൾഹെഡ് വയഡക്റ്റിന്റെ നിർമ്മാണത്തിൽ അതിശയിപ്പിക്കുന്ന ചില സാങ്കേതിക വിദ്യകളുണ്ട്. 400 മീറ്ററോളം നീളമുള്ള ഈ പാലത്തിന്റെ അടിത്തറ ഉറപ്പിച്ചിരിക്കുന്നത് പാറക്കൂട്ടങ്ങളിലല്ല, മറിച്ച് ചതുപ്പുനിലമായതിനാൽ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകളിലാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത ഇതിന്റെ സുരക്ഷാ ക്രമീകരണമാണ്. ഓരോ ആറാമത്തെ കമാനവും അഥവാ ആർച്ച് മറ്റ് കമാനങ്ങളെക്കാൾ കൂടുതൽ കനത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിയർ എന്ന് വിളിക്കുന്ന ഈ വലിയ തൂണുകൾ ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കമാനം തകരുകയാണെങ്കിൽ പാലം മുഴുവനായി താഴേക്ക് പതിക്കാതിരിക്കാൻ ഈ വലിയ തൂണുകൾ സഹായിക്കും. 104 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ പാലത്തിലൂടെ ഇന്നും ട്രെയിനുകൾ സുരക്ഷിതമായി ഓടുന്നത് 150 വർഷം മുൻപുള്ള ആ ദീർഘവീക്ഷണം കൊണ്ടാണ്. ഒരു കാലത്ത് ഈ പാലം പൊളിച്ചു നീക്കാൻ അധികൃതർ ആലോചിച്ചിരുന്നു എന്നത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. 1980-കളിൽ പാലത്തിന്റെ അവസ്ഥ വളരെ മോശമാവുകയും അറ്റകുറ്റപ്പണികൾക്ക് വലിയ തുക ചിലവ് വരുമെന്ന് കണക്കാക്കുകയും ചെയ്തു. എന്നാൽ ചരിത്രസ്നേഹികളുടെയും പ്രാദേശിക ജനവിഭാഗത്തിന്റെയും കനത്ത പ്രതിഷേധം ആ തീരുമാനത്തെ മാറ്റിമറിച്ചു. 1988-ൽ പാലം വൻതോതിൽ പുനരുദ്ധരിക്കുകയും ഇന്ന് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക സ്മാരകങ്ങളിലൊന്നായി ഗ്രേഡ് 2 ലിസ്റ്റഡ് സ്ട്രക്ചർ ഇത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രദേശം വിനോദസഞ്ചാരികളുടെ വലിയൊരു കേന്ദ്രമാണ്. യോർക്ക്ഷയറിലെ 3 പ്രശസ്തമായ മലനിരകൾക്ക് നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഒരു സിനിമാ പ്രേമിയാണെങ്കിൽ ഹാരി പോട്ടറിലെ ഹോഗ്വാർട്സ് എക്സ്പ്രസ് കടന്നുപോകുന്ന ഗ്ലൻഫിനാൻ വയഡക്റ്റിന് സമാനമായ ഒരു അനുഭവം ഇവിടെയും ലഭിക്കും. പുക തുപ്പി വരുന്ന പഴയ സ്റ്റീം ട്രെയിനുകൾ ഈ കമാനങ്ങളിലൂടെ കടന്നുപോകുന്ന ദൃശ്യം ക്യാമറയിൽ പകർത്താൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഒരു ഡ്രോൺ പറത്തി നോക്കിയാൽ പുൽമേടുകൾക്ക് നടുവിലൂടെ ഒരു വലിയ പാമ്പിനെപ്പോലെ വളഞ്ഞുപുളഞ്ഞു കിടക്കുന്ന ഈ റെയിൽപാതയുടെ ആകാശദൃശ്യം നിങ്ങളെ വിസ്മയിപ്പിക്കും. എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും യാത്രകൾ ആഘോഷമാക്കുന്നവർക്കും ഒരുപോലെ അറിവും ആവേശവും നൽകുന്ന ഒന്നാണ് റിബിൾഹെഡ് വയഡക്റ്റ്.